പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കേരളത്തിൽ അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നാൽ മുഴുവൻ ഒലീവിയ അച്ചു എന്ന ഒരു നാമധേയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒലീവിയുമായി ബന്ധപ്പെട്ട് വാർത്ത 24-ഉം ഒന്ന് രണ്ട് വാർത്തകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പോസ്റ്റ് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലമായും പ്രതികൂലമായ നിരവധിയായ കമന്റുകൾ എനിക്ക് കാണാനിടയായി. കാരണം നമ്മുടെ നാട്ടിൽ അമ്മയെ തല്ലിയെ പോലും രണ്ട് പക്ഷമുള്ള ഒരു നാടാണ് കേരളം. പക്ഷേ ഞാനിപ്പോൾ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത് ഈ അച്ചുമോടെ സിബിച്ചൻ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് ക്ലിപ്പ് ഷെഫീന എന്ന യൂട്യൂബറുടെ വ്ലോഗിലൂടെ ഇടുകയുണ്ടായി. ഒരു ഭീഷണിയുടെ സ്വരമാണ്. അദ്ദേഹം പറയുന്നത് മുൻമന്ത്രിയായ തോമസ് ഐസക്കിന്റെയും നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ശ്രീ KB ഗണേഷ് കുമാറിൻ്റെയൊക്കെ പേര് അത് പരാമർശിക്കുന്നുണ്ട്. ഒലീവിയയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധിയായ കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാരും മന്ത്രിമാരും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വന്ന് സന്ദർശിക്കാൻ ഇരിക്കുകയാണെന്നും അങ്ങനെ ഒലീവിയയ്ക്ക് വലിയ റീച്ച് ഉണ്ടാവുമെന്നും അതോടൊപ്പം തന്നെ പറയുന്നു എല്ലാ രാഷ്ട്രീയക്കാരും തൻ്റെ കയ്യിലാണെന്നും അതുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനവും ലേബർ ഡിപ്പാർട്ട്മെന്റും എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നും ഇല്ലെന്നുള്ള ചില ഭീഷണിയുടെ സ്വരങ്ങളും പുച്ഛത്തുള്ള ഒരു സംസാരങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും. പ്രിയപ്പെട്ട സിബിച്ച, ഞാൻ ഈ വാർത്ത വേണ്ട ഇത് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അടൂരുമായി ബന്ധപ്പെട്ട് നിരവധിയായ തൊഴിൽ സ്ഥാപനങ്ങളുണ്ട്, നിരവധിയായ ടെക്സ്റ്റൈൽസുകളുണ്ട്, നിരവധിയായ ഹാർഡ്വെയർ ഷോപ്പുകളുണ്ട്, ഇലക്ട്രോണിക് ഷോപ്പുകളുണ്ട്. ഇവിടെ നിന്നും ഒരു തൊഴിൽ വിഷയമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നില്ല. വാർത്ത 24 അധികമായി വാർത്തകൾ ചെയ്യുന്ന അടൂരുമായി ബന്ധപ്പെട്ടും ആ പ്രദേശവുമായി ബന്ധപ്പെട്ടാണ് വാർത്ത 24-ഉം ഇത്തരത്തിലുള്ള വാർത്ത. ഒരു തൊഴിലാളി പ്രശ്നം നിരവധിയായ ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ നിരവധി ജില്ലയിൽ നിന്നുള്ള ആളുകൾ അടൂരിൽ വന്ന് പരാതി കൊടുത്തപ്പോഴാണ് വാർത്ത 24-ഉം ഈ വാർത്ത കാണാനിടയായത്, കേൾക്കാനിടയായത്. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമാണ് ആ കുട്ടികളുടെ പ്രതികരണം അടക്കമുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ സിവിച്ചനൊരു വിചാരമുണ്ട്. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ ഉപരി ഇവിടുത്തെ ഭരണകൂടവും രാഷ്ട്രീയക്കാർക്ക് മേലെ ജനങ്ങൾ എന്ന ഒരു വലിയ ശക്തിയുണ്ട്. ആ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു ഭീഷണി സ്വരമാണ് സിബിച്ചൻ കഴിഞ്ഞ ദിവസം നടത്തിയെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കുവാനും അതിനെ വരുതിക്ക് വരുത്തുവാനും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് സിബിച്ചൻ ഓർക്കണം. ഇവിടെ രാഷ്ട്രീയക്കാരിലും ഭരണകൂടത്തിനും മേലെ കോടതി എന്നൊരു സംവിധാനമുണ്ട്. അവിടെ നടന്ന എല്ലാവിധമായ നഗ്നമായ നിയമലംഘനങ്ങളാണെന്ന് കഴിഞ്ഞ വാർത്തയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഈ വാർത്തയുടെ യൂട്യൂബ് ചാനലിൽ കമന്റ് ഇട്ട് ഗൾഫിലൊക്കെ പണിയെടുക്കുമ്പോൾ 12 മണിക്കൂർ ജോലി ചെയ്യണം, വളരെ കഷ്ടപ്പെട്ട് ചെയ്യണം, ഇങ്ങനെയാന്നൊക്കെ. ഞാൻ പറയും, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് ഗൾഫല്ല. ഇത് ഒരു നിശ്ചിതമായ ഭരണഘടനയുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ഒരു തൊഴിൽ സ്ഥാപനം നടത്തണമെങ്കിൽ ഒരു തൊഴിലാളിക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ എന്താണെന്നും ആ തൊഴിൽ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായി പ്രതിപാദിക്കുന്നു. അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളിൽ സംരംഭങ്ങൾ നടത്താൻ സാധിക്കുമെന്ന് ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു യൂട്യൂബറുമായി ബന്ധപ്പെട്ടും സൂരജ് പാലക്കാരനുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധിയായ വീഡിയോകളും യൂട്യൂബിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്തരം വീഡിയോകൾക്കൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഈ അച്ചുവും സിബിയും നിരന്തരമായ വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തെന്ന് മനസ്സിലാവുന്നത് എനിക്ക് പ്രിയപ്പെട്ട സിബിയോടും അച്ചുവിനോടും ഒക്കെ പറയാനുള്ളത്, ഒരു തൊഴിൽ സ്ഥാപനത്തിൽ തൊഴിലാളികൾ വേലയെടുക്കുമ്പോൾ അവർക്ക് കൃത്യമായ വേതനം ലഭിക്കണം, അവർക്ക് കൃത്യമായ ആരോഗ്യ പരിരക്ഷ ലഭിക്കണം, അവർക്ക് കൃത്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കണം, അവർക്ക് മികച്ച രീതിയിൽ താമസിക്കാനുള്ള ഇടമൊരുക്കണം. ഇതൊക്കെ ഒരു തൊഴിൽ നടത്തുന്ന ഒരു ഉടമസ്ഥന്റെ ബേസിക്കായ കാര്യങ്ങളാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഈ വാർത്തകൾ വരുമ്പോൾ യൂട്യൂബർമാരെയും വാർത്ത കൊടുക്കുന്നവരെയും ആക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളുടെ കയ്യിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും അതോടൊപ്പം തന്നെയുള്ള ആളുകളും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാൽ അത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങുന്ന ആളുകളല്ല ഞങ്ങളെപ്പോലുള്ള ആളുകൾ എന്ന് പ്രിയപ്പെട്ട സിബിച്ചോട് പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ പണം മേടിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് പണം മേടിച്ചുകൊണ്ട് സ്ഥാപനത്തെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരു വാർത്ത ചെയ്തപ്പോൾ കൃത്യമായി അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. ആ കാര്യങ്ങളെ പറ്റി ഞാൻ വീണ്ടും നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പം കൃത്യമായ രീതിയിൽ എല്ലാ നിയമ സംവിധാനങ്ങളെയും പാലിച്ചുകൊണ്ട് ഒരു സ്ഥാപനം മുന്നോട്ട് പോയാൽ അതിനെതിരായി യാതൊരു ആശയങ്ങളും ഉണ്ടാവില്ല. നിരവധി സ്ഥാപനമുണ്ട്, കരിക്കയത്തുണ്ട്, അതുപോലെ തന്നെ രൂപം ടെക്സ്റ്റൈൽസ് ഉണ്ട്, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നിരവധിയായ ഷോപ്പുകളുണ്ട്. അവിടെ ഇല്ലാത്ത ഒരു തൊഴിൽ പ്രശ്നം എന്തുകൊണ്ട് ഒലീവിയയിൽ ഉണ്ടായി എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. അപ്പം അതിനകത്ത് എന്തോ കാര്യമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നിലവിലുള്ള തൊഴിലാളികൾ പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുക്കാൻ പോകുമെന്ന് അറിയാൻ സാധിക്കുന്നു.
അത്തരത്തിലുള്ള പുതിയ വാർത്തകളുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.